എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വക ഓണാശംസകൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നടന്ന നമ്മുടെ ഓണാഘോഷത്തോട് അനുബന്ധിച്ച ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തൊക്കെ ഈ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈക്ക് സെറ്റിൻ്റെയും ഒക്കെ ബഹളങ്ങളൊക്കെയാണ്, പാട്ടൊക്കെയാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ കൂടി ഞാൻ നിങ്ങളോടൊരു സോറി മുന്നേ കൂട്ടി പറയുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ തവണയും ഉള്ളത് തന്നെയാണ്. നമ്മുടെ ഓണാഘോഷം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുകളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ വൈറലായിട്ടുള്ള 2 വീഡിയോകളുണ്ട്. അപ്പോൾ ആ 2 വീഡിയോകൾ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും എൻ്റെ മെക്കിട്ട് കയറാനോ എന്നെ തെറി വിളിക്കാനോ വരണ്ട. കാരണം നമ്മൾ സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മാനസികമായിട്ട്, സത്യത്തിൽ എനിക്ക് ആരോടും മാനസികമായിട്ട് യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമോ പ്രശ്നമോ ഒന്നുമില്ല. പക്ഷേ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുന്നു, അത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ചെറിയൊരു ക്ലിപ്പാണ്, ആ ഒരു ക്ലിപ്പിലേക്ക് പോയിട്ട് വരാം. നല്ലൊരു ഓണം ഈ ദുനിയാവിൽ എല്ലാവർക്കും നേരത്തെ ആശിച്ചുകൊണ്ട് നേരത്തെ പോലെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞു ക്ലിപ്പാണ് നിങ്ങളെ കാണിക്കാനായിട്ടുണ്ടായിരുന്നത്. അത് ഒരെണ്ണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊഞ്ചത്തി കുട്ടികൾ ഓണം ആഘോഷിക്കുന്നതിൻ്റെ അടിച്ച് പൊളിക്കുകയാണ് അവർ. അതിൻ്റേതാണ് ഒരു വീഡിയോ എന്ന് വെച്ചാൽ ശരിക്കും അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ, വീട്ടിനകത്തല്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ പിള്ളേരെയൊക്കെ ചെറുതിലെ വിവാഹം കഴിച്ചു വിടുന്നു, അവർ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും പുറം ലോകവുമായിട്ട് ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അവർക്ക് ശരിക്കും അവരുടെ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ നമ്മുടെ മൊഞ്ചത്തി പെൺകുട്ടികളാണെന്ന് തോന്നുന്നു ഇതിനൊക്കെ ഈ ഓണമൊക്കെ വരുമ്പോൾ അടിച്ചു പൊളിക്കാനായിട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചാൻസ് വളരെ കുറച്ചല്ലേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാനുള്ള അവസരമൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ ഇന്ന് എല്ലാ മേഖലകളിലും മുന്നിൽ തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഒരു പബ്ലിക്കായിട്ട് ഇതുപോലെ കിടന്ന് ഡാൻസ് കളിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചാൻസ് അവർക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഈ 2024 പലരും പറയാറുണ്ട്, എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് പറയാറുണ്ട്, ഗുരുവായൂരിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളിലും വന്ന് ഭയങ്കര ആധികാരികമായിട്ട് ഭയങ്കര വൈകാരികമായിട്ടൊക്കെ കമൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ 2024 ആയപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും കുട്ടികൾ അടിച്ച് പൊളിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അവരടിച്ച് പൊളിക്കട്ടെ, അവരുടെ ജീവിതം അവർ എൻജോയ് ചെയ്യട്ടെ. അവരുടെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണെങ്കിൽ അത് കൂടുതൽ സന്തോഷം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ക്ലിപ്പെന്ന് വെച്ചാൽ ഞാൻ പറയാനായിട്ട് പ്രധാനമായിട്ട് വന്നത് അത് തന്നെയാണ്, മറ്റൊന്നുമല്ല. എല്ലാവരും എല്ലാ ജാതി മതങ്ങളും ഒരുമിച്ച് നിന്ന്, സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു ഉത്സവമൊന്നുമല്ല, അത് നമ്മുടെ ദേശീയോത്സവം തന്നെയാണ്. മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ ഓണവും ഉണ്ട്. അത് വിദേശത്തായാലും ശരിയാണ്, മലയാളികൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആഘോഷിക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട്.
അപ്പോൾ ഈ ഓണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാവേലിയുടെ വേഷം കെട്ടിയിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ മാവേലിയുടെ വേഷം കെട്ടിയതിലൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. എല്ലാവർക്കും അവകാശമുണ്ട്. ഇത് ഇന്ത്യയല്ലേ, അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹത്തിന് മാവേലിയുടെ വേഷം കെട്ടാനോ വാമനൻ്റെ വേഷം കെട്ടാനോ ഇനി അയ്യപ്പൻ്റെ വേഷം കെട്ടാനോ അതൊക്കെ അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെയാണ്. അതൊന്നും ഒരിക്കലും നിഷേധിക്കുന്നില്ല. പക്ഷേ ആ ഒരു മഹാബലി ചക്രവർത്തി എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ പുരാണ കഥകളിലെ ഒരു രാക്ഷസനായിരുന്നു. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാക്ഷസ വർഗത്തിലുള്ള ഒരാളായിരുന്നു. ഒരു രാക്ഷസൻ്റെ തന്നെ മഹാരാജാവായിരുന്നു അദ്ദേഹമാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു രാക്ഷസ കുലത്തിലുള്ള ആളായിരുന്നെങ്കിൽ പോലും പ്രജകളുടെ ക്ഷേമം വളരെയധികം നന്നായിട്ട് നോക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ഈ ഒരു കഥ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത്രയും നല്ല രീതിയിൽ അദ്ദേഹം രാജഭരണം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പറയുന്ന മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി. അങ്ങനെ പിന്നീട് സംഭവിച്ച കഥയൊക്കെ അറിയാമല്ലോ. നമ്മുടെ മഹാവിഷ്ണു ഭഗവാൻ അവതാരമെടുത്തു, വാമന അവതാരമെടുത്തു. അദ്ദേഹം നമ്മുടെ മഹാബലി ചക്രവർത്തിയെ ഭൂമിയിലെ പാതാളത്തിനടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയൊക്കെ നമ്മൾ എല്ലാവരും അറിയുന്നതാണ്. അതുകൊണ്ട് ആ കഥ ഇനി പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല, അതുകൊണ്ട് അത് പറയാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയാനായിട്ട് വന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന പുള്ളിക്കാരൻ ഇദ്ദേഹം ഒരു ഇസ്ലാം മതക്കാരനാണ്. മതമൊന്നും പറയുന്നതല്ല കേട്ടോ, എന്നാലും ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ പുള്ളിക്കാരൻ നമ്മുടെ മഹാബലി ചക്രവർത്തിയുടെ വേഷമൊക്കെ കെട്ടി. പക്ഷേ അത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കഥാപാത്രങ്ങളിൽ വെച്ച്, നമ്മുടെ പുരാണ കഥാപാത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേൾക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മഹാബലി തന്നെയാണ്. ആ പുള്ളിയെ തന്നെയാണ് എല്ലാ വർഷവും കാർട്ടൂണായിട്ടും അല്ലാതെയും ഒക്കെ എല്ലാവരും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ മഹാബലി ചക്രവർത്തി എന്ന് വെച്ചാൽ ഭയഭക്തി ബഹുമാനത്തോടെയായിരുന്നു നമ്മളെല്ലാവരും ഓർത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഇങ്ങ് മാറി ആളുകൾ ശരിക്കും കാർട്ടൂൺ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത്, ശരിക്കും ഒരു കോമാളിയെ പോലെയാണ് കാണുന്നത്. ഇതിപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ കണ്ട് ഇതിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മഹാബലി ചക്രവർത്തിയെ ശരിക്കും അധിക്ഷേപിക്കുന്നത് പോലെയാണ് തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വരുമ്പോഴേ പറയുന്നതെന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം മഹാബലി ചക്രവർത്തിയെ അല്ല അപമാനിച്ചത്. ശരിക്കും അദ്ദേഹം അപമാനിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം ഒരു ഇസ്ലാമാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞത് അവരെ ആ ഒരു ഭഗവാനെ, അവരുടെ ആ ഒരു പടച്ചവനെ പറയുന്നൊരു വാക്കുണ്ടല്ലോ എപ്പോഴും, എനിക്കത് ശരിക്കും അറിയില്ല, അതൊരു അറബിക് പദമാണല്ലോ. അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, അവർ ഏത് തുടങ്ങുന്നതിനും തൊട്ട് മുമ്പ് പറയുന്നൊരു വാക്ക് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വാക്കിലാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പം തന്നെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇദ്ദേഹം മഹാബലി ചക്രവർത്തിയെ അല്ല അപമാനിച്ചത്, ശരിക്കും അദ്ദേഹത്തിൻ്റെ പടച്ച റബ്ബിനെ തന്നെയാണ് അദ്ദേഹം അപമാനിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വേഷം ധരിച്ചിട്ട് പടച്ച റബ്ബിനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആദ്യമേ തന്നെ മൈക്കിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം അപമാനിച്ചത് അദ്ദേഹത്തെയാണ്, പടച്ച റബ്ബിനെയാണ്, ആ പടച്ച തമ്പുരാനെയാണ്, ആ ഭഗവാനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചത്, അല്ലാതെ മഹാബലി ചക്രവർത്തിയൊന്നും അല്ല. മഹാബലി ചക്രവർത്തിയെ വെച്ച് പറയുകയാണെങ്കിൽ അത് എല്ലാ വർഷവും എല്ലാവരും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. കാര്യമെന്ന് വെച്ചാൽ അത് കാർട്ടൂൺ വഴിയാണെങ്കിലും കോമഡികളിൽ കൂടിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അത്ര പ്രസക്തിയില്ല. പക്ഷേ അതേസമയം അദ്ദേഹം ശരിക്കും അപമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മതവിഭാഗത്തിൽപ്പെട്ട അവരുടെ തന്നെ അവരുടെ സർവസ്വവുമായ അള്ളാഹുവിനെ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ വേഷത്തിൽ, ഈ മഹാബലി ചക്രവർത്തിയുടെ വേഷത്തിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വച്ചിട്ട് മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് പടച്ച റബ്ബിനെ പ്രാർത്ഥിച്ചിട്ട് അയാൾ നിൽക്കുകയാണെങ്കിൽ ആ വേഷത്തിൽ അയാൾ പടച്ച റബ്ബിനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും അപമാനിച്ചത് പടച്ച റബ്ബിനെ തന്നെയല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദൈവ വിശ്വാസികളാണല്ലോ. നമ്മളൊക്കെയാണ് ഇങ്ങനെ 33 കോടി ദൈവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേഷത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് അപമാനിക്കപ്പെടുന്നത് മഹാബലിയൊന്നും അല്ല. ചിലപ്പോൾ അദ്ദേഹം ഒരു രസമായിട്ട് കാണിച്ചതായിരിക്കും, അങ്ങനെ ആവാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തിനെയാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ദൈവം എല്ലാം ഒന്നേ ഉള്ളൂ, നമ്മൾ തന്നെയാണ് വേർതിരിച്ചെടുത്തതും. പക്ഷേ എന്ന് കരുതിയിട്ട് ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ പേരുണ്ടാവും കമൻറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾക്കിത് എന്താ പെണ്ണുപിള്ളേ സൂക്കേട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ അമ്മച്ചി ഇരുന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ഇതെന്തായി പറയുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ അമ്മൂമ്മ ഇതെന്താണ് ഈ അമ്മൂമ്മ ഇതെന്തൊക്കെയാണ് ഈ അമ്മൂമ്മ ഇരുന്നോട് പറയുന്നത്, ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല, നിങ്ങൾക്ക് എന്താ പെണ്ണുപിള്ളേ സൂക്കേട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കുറേ പേര് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്ക്, ഇങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞത്, എനിക്ക് പറയാൻ തോന്നി എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക, മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിന് അടിയിൽ വന്നിട്ട് കുറേ ആളുകളുണ്ട് മതവും വർഗീയതയൊക്കെ വച്ചിട്ടുള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ. പക്ഷേ നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നമ്മളും ഒന്ന് തന്നെയാണ്, നമ്മൾ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള വേർതിരിവ് ഇനിയെങ്കിലും മതിയാക്കൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആവശ്യമില്ലാതെ വന്നിട്ട് വർഗീയത വിളമ്പരുത് ചാനലിൽ വന്നിട്ട്, പ്ലീസ് തൊഴുവാണ്.